ഇപ്പം മാമ്പഴ സീസണാണല്ലേ, എല്ലായിടത്തും മാങ്ങയുണ്ട്. മാമ്പഴത്തിൻ്റെ ശരിക്കും മാമ്പഴമുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ എല്ലാവർക്കും മാങ്ങ കഴിക്കുമ്പോൾ തോന്നും, ഇപ്പോൾ നമ്മൾ വേറെ എവിടെന്നെങ്കിലും വെറൈറ്റി ആയിട്ടൊരു മാങ്ങ കഴിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൻ്റെ ഒരു തൈ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിലേ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഞാനിപ്പം പറയുന്നത്, അങ്ങനെ ഒരു മാങ്ങാണ്ടി നമ്മുടെ കിട്ടുവാണെങ്കിൽ അതിനെ പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാനുള്ള മാർഗ്ഗമാണ്. അപ്പം മാങ്ങാണ്ടി നമ്മളിപ്പം കുറേ മാങ്ങാണ്ടി കിട്ടി നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു മാങ്ങാണ്ടി എടുക്കുമ്പോൾ അത് രണ്ട് വിധത്തിലാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് പോളി എംബ്രിയോണിക്കും മോണോ എംബ്രിയോണിക്കും. അങ്ങനെ പോളി എംബ്രിയോണിക് എന്ന് പറഞ്ഞാൽ ബഹുഭ്രൂണി എന്ന് പറയും. ആ മാങ്ങാണ്ടി നമ്മൾ കുഴിച്ചിട്ട് ആ മാതൃ സ്വഭാവം അതുപോലുള്ളത് കാണിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ എടുത്തു വെച്ചില്ലേ, അത് മോണോ എംബ്രിയോണിക്കാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നട്ട് കഴിഞ്ഞാൽ ഒറ്റ മുളയേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അതിൻ്റെ മാതൃ സ്വഭാവം അത് കാണിക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ കഴിച്ച മാങ്ങയുടെ അതേ രുചിയും ടേസ്റ്റും അല്ലെങ്കിൽ അതേ ഷേപ്പിലുള്ള മാങ്ങ ആവത്തില്ല. മറ്റേ ഞാൻ കിളിർപ്പിച്ച് വെച്ചേക്കുന്നതൊക്കെ മോണോ എംബ്രിയോണിക്ക. മോണോ അല്ല, പോളി എംബ്രിയോണിക്ക. കുറേ ഇതുണ്ട്. അത് നമ്മൾ ഈ കാഷ്നട്ടൊക്കെ ഇങ്ങനെ പുലർത്തിയെടുക്കുമ്പോൾ വരുന്ന പോലെ കുറേ പാർട്ടായിട്ട് മാറും. അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങാണ്ടി മുളപ്പിച്ചെടുക്കാൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു മാങ്ങാണ്ടി എടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല മൂർച്ചയുള്ള കത്തി വെച്ചെടുക്കണേ. അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ കണ്ടോ, ഇങ്ങനെ മാങ്ങാണ്ടി നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു തോലുണ്ട്, അത് നമ്മൾ ഇളക്കി കൊടുക്കണം. അത് വേണമെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് വരും. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ഇളകി വരാൻ കുറച്ച് പാടുണ്ട്. അപ്പോൾ ഇത് പോളി എംബ്രിയോണിക്കാണ്. അതൊക്കെ കാണാൻ പറ്റും കേട്ടോ, കുറേ ഇങ്ങനെ പാർട്ടായിട്ട് ഇങ്ങനെ ഉണ്ട്. ഇങ്ങനെ കുറേ വിട്ട് ഇങ്ങനെ കാണാം. നമുക്കത് എടുക്കുമ്പോൾ മനസ്സിലാവും, കുറേ പീസ് ഇങ്ങനെ ചേർത്ത് വെച്ച പോലെ ഇരിക്കും. അപ്പോൾ അതിനിങ്ങനെ കണ്ടോ, അതിങ്ങനെ കുറേ പാർട്ടുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്, ഇങ്ങനെ ലൈൻ പോലെ ഇങ്ങനെ കാണും. അപ്പോൾ അത് നമ്മളെടുത്തിട്ട് അതിൻ്റെ ആ മുള വരുന്ന ഭാഗം നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. ആ ഭാഗം നമ്മൾ അവിടുത്തെയൊക്കെ തോലിങ്ങനെ മാറ്റി കൊടുക്കണം. ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് നമ്മൾ അതിനെ ആ മുള വരുന്ന ഭാഗം താഴ്ഭാഗത്തോട്ടാക്കിയിട്ട് ഒരു ഈർക്കിലെടുത്തിട്ട് ഇതേമാതിരി ഇങ്ങനെ കുത്തി ഇറക്കണം. മനസ്സിലായോ? ഇങ്ങനെ കുത്തി ഇറക്കുക. ആ മുള വരുന്ന ഭാഗം താഴേക്ക് ആക്കിയിട്ട് അങ്ങനെ കുത്തി ഇറക്കിയിട്ട് അതൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ ഒത്തിരി മുങ്ങണ്ട, ജസ്റ്റ് ഒന്ന് മുങ്ങിയിരിക്കുന്ന രീതിയിൽ മുക്കി വയ്ക്കുക. കണ്ടോ, ഇതുപോലെ അങ്ങനെ ഒത്തിരിയും കൂടെ വെള്ളം കുഴപ്പമില്ല. അപ്പം ഞാൻ നേരത്തെ അങ്ങനെ മുക്കി വെച്ചതാണ് കേട്ടോ. അതിന് മുള വന്നതുണ്ടോ, ഒരു രണ്ടാമത്തെ ദിവസം തന്നെ അതിന് മുള താഴോട്ട് വന്നു തുടങ്ങും. കറക്റ്റ് 3 ദിവസം ആകുമ്പോഴത്തേനും ഒരുമാതിരി നല്ല രീതിയിൽ കണ്ടോ. ഇതൊക്കെ പോളിഗമിയാണ്. മീൻസ് പോളി എംബ്രിയോണിക് ആയിട്ടുള്ള ബഹുഭ്രൂണി ആയിട്ടുള്ള മാങ്ങാണ്ടിയാണ്. അതിപ്പം ഞാൻ ആ കഴിച്ച മാങ്ങയുടെ അതേ സ്വഭാവത്തിലുള്ള മാങ്ങയായിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. ഇതാണ് മോണോ എംബ്രിയോണിക്. കണ്ടോ, അതിനങ്ങനെ പാർട്ടായിട്ട് മാറത്തില്ല. പക്ഷേ അതും നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മുളയ്ക്കും. പക്ഷേ എന്താ, നമ്മളാ കഴിച്ച മാങ്ങയുടെ അതേ രുചിയിലും അല്ലെങ്കിൽ അതേ സ്വഭാവമുള്ള മാങ്ങ ആയിരിക്കണമെന്നില്ല. അത് നമ്മൾ കഴിച്ച അതേ ടൈപ്പ് മാങ്ങ ലഭിക്കണമെന്നില്ല. കണ്ടോ, അതിങ്ങനെ പാർട്ടായിട്ടില്ല. കണ്ടോ, അതിങ്ങനെ പിളർത്താൻ ശ്രമിച്ചാലും അത് പിളർന്ന് വരത്തില്ല. അത് ഒറ്റ മോണോ ഇതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതേ ഗുണത്തിലുള്ള മാങ്ങ തന്നെ വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ മാങ്ങാണ്ടി എടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ വെച്ചത് മൊത്തം ഇങ്ങനെ പോളി എംബ്രിയോണിക് ആയിട്ടുള്ളതാണ്. എനിക്ക് അതേ ഗുണത്തിലുള്ള മാങ്ങ വേണമെന്നുകൊണ്ട് അങ്ങനെ എടുത്തു. കണ്ടോ, അത് ഞാൻ അങ്ങനെ എടുത്ത് വെച്ച് 4 ദിവസമായി. 3 ദിവസമായപ്പോഴത്തേനും മുള വന്നു. 4 ദിവസമായി. കണ്ടോ, ഞാനതങ്ങനെ ഇനി അത് ഗ്രോ ബാഗിൽ അങ്ങനെ തന്നെ വെച്ചാൽ ഇലയൊക്കെ വരും. അപ്പം ഞാനങ്ങനെ അതിനെ എടുത്തിന് ഗ്രോ ബാഗിൽ അതുകൊണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഈ മാങ്ങാണ്ടിയാണ് ഞാൻ മുളപ്പിച്ചത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.